കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി സകലതും വില കൊടുത്തു കഴിഞ്ഞു. നമുക്ക് കർത്താവിൽ പ്രശംസിക്കാനേ വകയുള്ളൂ, നമുക്ക് സ്വയം പ്രശംസിക്കാൻ വകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ ഈ നിമിഷം ഏറ്റുപറയാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഏറ്റു പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, സകല കാര്യത്തിലും നമ്മളെ അത്ഭുതമാക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് യൂട്യൂബിൽ ലൈവിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്കും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് സൂം പ്രെയറിൽ ലൈവായിട്ട് പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സൂമിലൂടെ കയറാവുന്നതാണ്. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സൂം പ്രെയറിൽ പങ്കുചേരാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് എപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും, എങ്ങനെ പ്രാർത്ഥനയിൽ പങ്കുചേരും. ഈ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള വഴിയാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ സകല ശക്തിയോടെ കൃപയോടെ ദൈവം നടത്തട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളാണല്ലോ ധ്യാനിച്ചു വരുന്നത്. ഇന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അല്പനേരം കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. യൂട്യൂബിൽ ഇന്നലെ ഇട്ട വാക്യത്തിൻ്റെ അതിൽ തന്നെ ഒന്ന് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം കുറച്ച് നേരമേ ആ വചനം പറയുവാൻ സമയം കിട്ടിയുള്ളൂ. അല്പനേരവും കൂടെ ആ വചനത്തിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. ഇന്ന് ദൈവസന്നിധിയിൽ അത് സ്വീകരിക്കുവാൻ തയ്യാറാകുക. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇന്നലെ അത് കേട്ടവർക്കറിയാൻ പറ്റും. യൂട്യൂബിൽ അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ശ്രദ്ധിച്ചോണം. നമ്മൾ തുടർച്ചയായിട്ട് കേട്ട് വരുന്നതുകൊണ്ട് അറിയാം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ നാമം നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാവിൽ നമ്മളെപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കണം. ശ്രദ്ധിച്ചോണം. പറയുക എന്നല്ലതാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കണം എന്ന് പറ. നാമത്തെ ഉപയോഗിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ നാമം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും യേശുവിൻ്റെ നാമത്തിൽ സകലതും മുട്ടും മടക്കും. അപ്പൊ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കും. നിങ്ങളിപ്പോൾ പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹമായി തീരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രോഗത്തിൽ നിന്നും സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗഖ്യമാകും. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം നമുക്കൊന്ന് വേഗത്തിലെടുക്കാം. ഞാൻ ആ വാക്യം എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ഫിലിപ്പിയ ലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിൽ പോകാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യമാണ്. കർത്താവിൻ്റെ ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ട് വരും. കർത്താവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. സോറി, 3-ാമത്തെ അധ്യായത്തിലാവട്ടെ, 4-ാം വാക്യമല്ല, 3-ാമത്തെ അധ്യായത്തിലാണ്.
യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. സോറി, 3 അല്ല 2 കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. 10ാമത്തെ വാക്യമാണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, ശ്രദ്ധിച്ചോണം, 3 ലോകങ്ങളുടെ പറയുന്നത്, ഒന്ന് സ്വർഗത്തിലെ, 2 ഭൂമിയിലെ, 2 പാതാളത്തിലെ. അപ്പോൾ യേശുവിൻ്റെ പേര് പറഞ്ഞാൽ ഈ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരുടെയും മുട്ടുമടങ്ങും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ മുട്ടുമടങ്ങുക എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാം? എന്താണ് ഈ മുട്ടുമടക്കുക എന്നുള്ളത്? അത് തന്നെയാണ് ഉത്തരം. കീഴ്പ്പെടുക. യേശുവിന്റെ നാമത്തിൽ സറണ്ടർ ആകുക, അല്ലെങ്കിൽ കീഴ്പ്പെടുക. അവർ തോൽവി സമ്മതിക്കും. ഇപ്പം മനസ്സിലാവും എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് രാജാവിൻ്റെ പേരാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പം ഈ നാമത്തെ ഉപയോഗിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. അറിയാവോ? പിശാചിന് ഒരിക്കലും യേശുവിൻ്റെ പേര് പറയുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ പേര് പറയുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുവാൻ കൃപ ലഭിച്ചവരാണ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾക്ക്. ഈ നാമത്തെ ഉപയോഗിക്കും. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരിങ്ങനെ, ചില രാഷ്ട്രീയക്കാരൊക്കെ കണ്ടിട്ടില്ല, ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ പരിചയക്കാരും അവരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുമൊക്കെ പോലീസ് സ്റ്റേഷനിലുമൊക്കെ ചെന്ന് കയറിയിട്ട് ഞാൻ ഇന്ന MLA-യുടെ ആളാ, ഞാൻ മന്ത്രിയുടെ ആളാന്ന് പറയുമ്പം പെട്ടെന്ന് പോലീസുകാരുടെ ഭാവമൊക്കെ മാറ്റി അതുവരെ എന്താ പറയുന്നത് സാധാരണക്കാരനെ പോലെ പെരുമാറിയ പിന്നെ ഒരു VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസം. അതിൻ്റെ കാര്യം എന്തുവാ? അതുവരെ ഒരു സാധാരണക്കാരനെ പോലെ അവർ പരിഗണിച്ചു. പെട്ടെന്ന് മനസ്സിലായി ഇത് മന്ത്രിയുടെ ആളാ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ആളാ. അപ്പോൾ ആ പേരുപയോഗിക്കുക, ആ വ്യക്തിയുടെ പേരുപയോഗിച്ച് അവിടെ എന്തുണ്ടാകുകയാണ്? ഒരു മാന്യത ലഭിക്കുകയാണ്, ഒരു റെസ്പെക്റ്റ് ലഭിക്കുകയാണ്. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് ആ പുള്ളി മന്ത്രിയുടെ പേര് പറഞ്ഞാൽ മന്ത്രിയുടെ ആളാണ്, ഞാൻ MLA-യുടെ ആളാണ്, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ആളാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് കേട്ടോടെ നിങ്ങളും പോയി പറഞ്ഞാൽ പിടി കിട്ടിയെന്നിരിക്കും, നിങ്ങളെ പിടിച്ച് അകത്തിട്ടെന്നിരിക്കും. കാരണം എന്തുവാ? അപ്പോൾ നിങ്ങൾ ചോദിക്കും അയാൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് റെസ്പെക്റ്റ് കിട്ടിയത്? കാര്യം അയാൾക്ക് അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹം ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടുള്ള വല്ല സുഹൃത്തുമായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും. ഇത് 3 ഏതെങ്കിലും ഒരു കാരണത്താലായിരിക്കും ആ വ്യക്തിക്ക് ആ നാമത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഉപയോഗിച്ച് അവിടെ താൻ ആയിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുവാൻ കൃപ ലഭിച്ചവർക്ക് മാത്രമേ ആ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുട്ടകൾ മടങ്ങുന്നത് കാണുവാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായി? ഇവിടെ ഫിലിപ്പോസ് ലീഗ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ ഫിലിപ്പോസ് പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അപ്പം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ഇനി 8-ാമത്തെ വാക്യം, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇപ്പം മനസ്സിലായോ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ബ്രദറെ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഈ പിശാചിനൊരു റൈറ്റ് ഉണ്ട്.
അവനൊരു റൈറ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂതം ഇളകുന്ന സമയത്ത് പിശാചു പറയുന്നൊരു വാക്കുണ്ട്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നത് എന്ത്. അപ്പോൾ ഒരു റൈറ്റ് അവനുണ്ട്, സമയം എന്നൊരു റൈറ്റ് അവനുണ്ട്, അവൻ അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അവന് ദൈവം വെച്ചിട്ടുള്ള ചില എന്താ പറയുന്നത് ഒരു ടൈമുണ്ട്, അവന് കൊടുത്തിരിക്കുന്ന ചില നിയമവ്യവസ്ഥയുണ്ട്. എന്നാൽ അതേപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പിശാചുക്കൾ നിങ്ങളുടെ ജീവിതം വിട്ട് മാറിപ്പോകത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഫിലിപ്പിയോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരുടെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ 7-ാം വാക്യത്തിൽ പറയുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെടും. അതിൻ്റെ അർത്ഥം അധോലോകത്തിലെ ദുരാത്മാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പിശാചാണ്, പോരാട്ടമാണ്, ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് ലീഗ പറയും, ഞാൻ യേശുവിനെ പ്രസംഗിക്കും, ഞാൻ യേശുവിനെ ഉയർത്തും. യേശുവിനെ ഉയർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? യേശുവിൻ്റെ നാമത്തിൽ, ശ്രദ്ധിച്ചോണം, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരും കീഴ്പ്പെടും, അവരുടെ മുട്ടുകൾ മടക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അനുഗ്രഹമായി തരും. അങ്ങനെ തന്നെ സംഭവിക്കും. യേശുവിൻ്റെ നാമം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്താണോ നിങ്ങൾ ക്ലെയിം ചെയ്ത്, നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു റൈറ്റ് ഉണ്ട്. എപ്പോഴും ഓർത്തോണം, വഴിയെ പോകുന്ന എല്ലാവർക്കും എന്തല്ല യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് പിന്നെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി അത്ഭുതം ചെയ്തേനല്ലോ. പിശാച് യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട് അവൻ വലിയൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചാണല്ലോ. പക്ഷെ നടക്കത്തില്ല. ദൈവം ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ എനിക്കൊരു അധികാരമുണ്ടെന്ന് പറ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ എനിക്കൊരു അധികാരമുണ്ട്. അപ്പൊ എന്താണ് ഈ അധികാരം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ കർത്താവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ഒരു അധികാരമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ അധികാരം തിരിച്ചറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ അധികാരം കിട്ടിയവരാരായിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. ആ 1-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നൊരു വാക്യത്തിലേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 12-ാമത്തെ വാക്യം, ഈ വാക്യത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ അധികാരം ലഭിച്ചവർ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പൊ ദൈവമക്കൾക്കാണ് എന്തുള്ളത്? യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ അധികാരമുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവമക്കളാകുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്തിനാണ് ദൈവമക്കളാകുന്നത്? ദൈവമക്കൾക്കാണ് ഈ അധികാരമുള്ളത്. അപ്പൊ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പലപ്പോഴും നമുക്കറിയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോഴും ഓർത്തോണം, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നത് അതൊരു പേര് മാത്രമല്ല. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ പിശാചുക്കൾക്ക് എൻ്റെ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ നിസ്സാരരാന്നല്ല. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പിശാചിന് പേടിയുണ്ട്. അതായത് യേശുവിലുള്ള നിങ്ങളെ പിശാചിന് പേടിയാണ്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ പിശാച് പറഞ്ഞൊരു വാക്ക്, എനിക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. എന്തുകൊണ്ടാണ് സുവിശേഷം പറയുന്ന ആൾക്കാരെ പിശാച് തടയുവാൻ നോക്കുന്നത് വെച്ചാൽ അവൻ അറിയാം, വചനം പറയുന്ന അഭിഷേകമുള്ള ഒരു വ്യക്തി കാലുകുത്തിയാൽ പിശാചിൻ്റെ സാമ്രാജ്യം ഇടിയും. അതിൻ്റെ കാരണം ദൈവം തന്നിരിക്കുന്ന അധികാരമുണ്ട്. ഇപ്പം ഞാൻ പറയും, എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീട്ടിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്തുള്ള അന്യായമായി വെളിപ്പെടുന്ന എല്ലാ പിശാചുകൾക്കും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കാല് കുത്തിയാൽ ആ വീടിൻ്റെ അകത്തൊരു അനുഗ്രഹമാണ്. ഞാൻ എടുത്തു പറയുന്നു, കാര്യം ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. നിങ്ങൾക്ക് സകലത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ആര് തന്നു നിങ്ങൾക്ക് ഈ അധികാരം? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരമുണ്ട്. ഈ ഒരു തിരിച്ചറിവിൽ ചെന്ന് നിങ്ങൾ കാല് കുത്തിയാൽ ആ വീടൊരു അനുഗ്രഹമായി തീരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുറേ കാലം മുമ്പ് ഒരു ഭവനത്തിൽ ഞാൻ ചെന്ന് ഭയങ്കരമായൊരു
ഭൂതത്തിന്റെ ഉപദ്രവമുള്ള ഒരു വീടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഭവനത്തിന്റെ അകത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ആ ഒരു സ്പിരിറ്റിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുവാൻ ഇടയായി. ശരിക്കും റിയൽ ആയിട്ട് ഞാൻ അനുഭവിച്ച ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആ മുറിയിൽ കയറുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു വാഷ്റൂം ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ലിറ്ററലി കണ്ടതാണ്. ആ മുറിയിൽ വേറെ ആരുമില്ല, പക്ഷെ ആ ഡോറിന്റെ ലോക്ക് തന്നെ, നമുക്കറിയാം ഒരു ഡോറിന്റെ ലോക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ താഴേക്ക് താക്കുന്നത് ഒരു 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 മനുഷ്യന്റെ സഹായമില്ലാതെ ഡോർ ഹാൻഡിൽ ഇങ്ങനെ താക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഡോറ് കയറി, അപ്പം ഓൾറെഡി ഞാൻ ആ കയറിയ മുറി അടഞ്ഞത് കിടന്നുകൊണ്ട് അങ്ങോട്ട് ആരും വരത്തില്ല. അതെനിക്കൊന്ന് ആ റൂം ലോക്കായിരുന്നു. ആ റൂമിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഞാൻ കയറിയപ്പോൾ ഞാൻ ആ റൂം ലോക്കായതുകൊണ്ട് ടോയ്ലറ്റ് ഞാൻ ലോക്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ കയറിയ ഉടനെ എനിക്ക് കാണാൻ പറ്റി ആ ഹാൻഡിൽ തന്നെ ലോക്ക് ചെയ്യുന്നത്, തന്നെ ആ ബാത്റൂം ലോക്കായി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തന്നെ അതിനകത്ത് കംപ്ലൈൻ്റ് ഒന്നുമല്ല, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ലോക്കൊന്നുമല്ല, അതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല, പക്ഷെ തന്നെ ആ റൂം ലോക്കായി. എനിക്ക് അപ്പം മനസ്സിലായി ഇതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്. അവിടെ ഭയമല്ല വന്നത്. ഞാൻ ഉടനെ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചു. മനസ്സിലായോ? ആ കുടുംബം വല്ലാതെ ഭയപ്പെടും. അവരത് വിറ്റേച്ചു വരെ പോകാൻ വേണ്ടി ഇരുന്ന വീടായിരുന്നു. ആ ഭവൻ എങ്ങനെയും ഇട്ടേച്ചു പോകാൻ വേണ്ടി പേടിച്ച് അവർ ജീവിതത്തിലാണ് കഴിഞ്ഞത്. ഒരു വ്യക്തിയുടെ, അത് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പണ്ടൊരു പ്രാവശ്യം എനിക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചു. ഓർത്തോണം, യേശുവിൻ്റെ നാമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അധികാരമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ദൈവമക്കളാണോ? യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഏക സത്യദൈവത്തെ വിശ്വസിക്കുന്ന, വിഗ്രഹാരാധന വിട്ട് ഏക സത്യദൈവത്തെ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഇന്നേ വരെ അവർക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ആ സഹോദരി പറഞ്ഞ് നേരം വെളുത്ത് എണീക്കുന്ന സമയത്ത് ആ വീടിൻ്റെ അകത്തെ ഗ്യാസ് കുറ്റി എല്ലാം തുറന്നിട്ട് വീടിൽ എത്ര കടുംപൂട്ട് ഇട്ട് പൂട്ടിയാൽ പോലും ലോക്ക് അഴിച്ച് അതിൻ്റെ അകത്ത് കയറി വരുമായിരുന്നു. പുറത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും കയറത്തില്ല. പുറത്തെ ഒരു ഡോറും തുറക്കത്തില്ല, പക്ഷെ അകത്തെ എല്ലാം തുറന്ന് ഇവരെ അപകടപ്പെടുത്താൻ നോക്കുന്ന ഒരു പിശാചിന്റെ ശല്യം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് അതിനെ പിടിച്ചു കെട്ടി. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. പിന്നീട് ഇതുവരെ അവർക്കൊരു ശല്യം ഉണ്ടായിട്ടില്ല, വീട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പല വീടിനെ കുറിച്ച് എനിക്കറിയാം. അങ്ങനെ പല വീടുകളിൽ പോകുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അങ്ങനെ പല പിശാചുക്കളും ഇതേപോലെ വെളിപ്പെടുന്നതും ഇത് യേശുവിൻ്റെ പേര് പറയുമ്പോൾ ഒതുങ്ങും. നമ്മളിതിനെ പേടിക്കരുത്. നിങ്ങളുടെ അകത്ത് അധികാരമുണ്ട്. എനിക്കങ്ങനെ 3-4 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവൻ എത്ര ശക്തമായി വന്നാലും, ഇവൻ എത്ര അപകടപ്പെടുത്താൻ നോക്കിയാലും നിങ്ങളെ അപകടപ്പെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾ കാല് കുത്തിയാൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊന്ന് കാല് കുത്തിയാൽ മതി. കാര്യം നിങ്ങൾക്ക് അധികാരമുണ്ട്. ഇതുകൊണ്ടാണ് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന്, ഞാൻ താഴേക്ക് വരാൻ വേണ്ടിയാണ് ആ വാക്യം എടുത്തേക്കുന്നത്. 6-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 7-ാം വാക്യത്തിൽ, അശുദ്ധാത്മാവ് ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞൊരു ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്ന മഹതി എന്ന ദൈവശക്തിയെ അപാലവൃത്തം അവർ ശ്രദ്ധിച്ചു വന്നു. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി പറയുകയാണ്, അവൻ ഉപയോഗിച്ച ശക്തിയെ പറ്റി പറയുകയാണ്. ഒരു ആഭിചാരക്കാരൻ. അവൻ ആഭിചാരം കൊണ്ട്, കൂടോത്രം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവന് ശ്രദ്ധിച്ചു പോന്നു. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിനെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ ശ്രദ്ധിച്ചോണം. ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെയും വിശ്വസിച്ചപ്പോൾ പുരുഷാരമെല്ലാം സ്നാനമേറ്റു. സ്നാനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നാനമേക്കണം. സ്നാനമേറ്റാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കാൻ കഴിയത്തുള്ളൂ. പിശാചിൻ്റെ ഒരു ശക്തിക്കും പിന്നെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പിശാചിന് ഒരിക്കലും നിങ്ങളുടെ മേൽ ക്ലൈം ചെയ്യാൻ ഒരു അവസരം നാം കൊടുക്കരുത്. ആമേൻ. ഇവിടെ പറയുകയാണ്, ശീമോൻ താനും വിശ്വസിച്ച്, അതായത് ഈ മന്ത്രവാദി എന്ത് ചെയ്തു? താനും വിശ്വസിച്ച് സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് കൂടെ ചേർന്നു, വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നതും കണ്ടു. ആമേൻ. അപ്പൊ പിശാചുക്കൾ യേശുവിൻ്റെ നാമത്തിൽ, ഈ കാലഘട്ടത്തിൽ യേശു നിങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കോട്ടയത്ത് ഇതുപോലെ തന്നെ ഒരു ഭവനത്തിൽ ഇങ്ങനെ പോകുവാൻ ഒരു അവസരം, രാത്രി സമയത്താണ് ഞാൻ അവിടെ ഭവനത്തിൽ പോകുന്നത്. വലിയവായി നിലവിളിച്ചൊരു സഹോദരി വിളിക്കാൻ ഇടയായി തീർന്നു. എന്നെ പറഞ്ഞു, ബ്രദറെ രക്ഷിക്കണം, ഭയങ്കര വിഷയത്തിൻ്റെ അകത്ത് ഞങ്ങൾ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ആദ്യമൊക്കെ ശ്രദ്ധിച്ചില്ലായിരുന്നു, എൻ്റെ ഭവനത്തിൽ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവന് ഇടയ്ക്കിടയ്ക്ക് എന്നെ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു നിഴല് പോലെ
ഒരു രൂപത്തെ ഇങ്ങനെ കാണുവാൻ ഇടയായി. പലപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ശല്യം പോലെ. അപ്പോൾ ഇവൻ ഈ പ്രേതപ്പടമൊക്കെ ഇരുന്ന് കാണുന്ന ഒരു സ്വഭാവം മോനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടേച്ച് ഇവനിങ്ങനെ പറയുന്നതാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത്. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യും, TV ഓഫ് ചെയ്യും, അവനെ വഴക്കൊക്കെ പറയും. അവൻ എപ്പോഴും പ്രേത സിനിമ കാഴ്ചയായിരുന്നു ചെറുക്കൻ. അപ്പോൾ ഈ പിന്നീട് ഒരു ദിവസം പറഞ്ഞു, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ സഹോദരിക്ക് ശരിക്കും ഫീൽ ചെയ്തു, ഒരു വ്യക്തി പുറയിൽ വന്ന് നിൽക്കുന്നത് പോലെ, ഭയപ്പെടുത്തുന്നത് പോലെ ഒരു അനുഭവം, സ്പർശിക്കുന്നത് പോലെ അനുഭവം. അവിടെ ആരുമില്ല, ആ സമയത്ത് പകൽ ആരുമില്ല, പിള്ളേരും എല്ലാം സ്കൂളിൽ പോയി, ഹസ്ബൻഡും പുറത്തു പോയി. പക്ഷെ പട്ടാപ്പകൽ ആ സഹോദരിക്ക് വ്യക്തമായി തന്നെ 1 or 2 തവണ അങ്ങനെ അനുഭവം ഉണ്ടായി. പേടിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കരുത് സഹോദരി, പേടിക്കണ്ടെന്ന് പറഞ്ഞാലും ഭയമുണ്ട്. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങൾ രാവിലെ ഉച്ച കഴിഞ്ഞ് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഒത്തിരി ലേറ്റായി ആ ഭവനത്തിൽ ചെന്നത്. ഏകദേശം നല്ല ലേറ്റായിപ്പോയി, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഒത്തിരി താമസിച്ച് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാവ് അവിടെ വെളിപ്പെട്ടു. അവർക്കത് കണ്ടില്ല, പക്ഷെ അതാണ് പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ഭവനത്തിൽ ചെന്ന സമയത്ത് ഞാനത് പറയത്തില്ല. കാര്യം അത് പറഞ്ഞാൽ ചിലപ്പോൾ ആ സഹോദരി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഭവനത്തിൽ ചെന്ന സമയത്ത് ആ ഒരു ഫോട്ടോയിലുള്ള വ്യക്തിയുടെ രൂപം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അധികാരം നിങ്ങൾക്ക് ലഭിച്ചാൽ പിശാചുക്കളുടെ അവൻ്റെ മണ്ഡലത്തെ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റും. അവനെ കണ്ടുകൊണ്ട് അവനെ വെട്ടി വീഴ്ത്തുവാനുള്ള അധികാരവും നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ ഭവനത്തിൽ ചെന്ന സമയത്ത് ഇത് കാണാൻ പറ്റി. ഈ ഒരു ഫോട്ടോ, ഈ ഫോട്ടോയുടെ മറവിലിരിക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ഉടനെ ചോദിച്ചു, സഹോദരി ഈ വ്യക്തി ആരാന്ന് ചോദിച്ചപ്പോൾ പറയൂ അത് ഞങ്ങളുടെ ഇന്ന ആളാന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, അതാണ് ഈ ആഭിചാരക്കാരൻ്റെ പേര് പറഞ്ഞ്, മരിച്ചുപോയ മൺമറഞ്ഞ ആളുടെ പേര് പറഞ്ഞു, ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ ഭവനത്തിൽ കയറിക്കൂടി. കാര്യം ഈ പുള്ളിക്കാരി മരിച്ചുപോയി ഇത് ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര കൂടോത്രക്കാരിയായിരുന്നു. ഇതിൻ്റെ പേര് പറഞ്ഞ് കയറി വന്നതാണ്. ഞങ്ങളുടെ സഹോദരി ഒറ്റ വഴിയെ രക്ഷപ്പെടാനുള്ളൂ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇവർക്ക് വേറെ വഴിയില്ലല്ലോ. ഇവരെന്ത് ചെയ്തു, ആ ഒരു നിമിഷം തന്നെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ആ ബാധ വിട്ടൊഴിഞ്ഞു. അപ്പം മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ പിശാചിന് പിന്നോടെ നിൽക്കാൻ, ഞാൻ അവിടെ പോയി വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല. അപ്പം എൻ്റെ മിടുക്കലിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ വലിപ്പമോ ഒന്നും പിശാചിന് വിഷയമല്ല. പക്ഷേ പിശാച് നോക്കുന്നത് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണോ, കർത്താവായി യേശുവിനെ രക്ഷിതാവുമായി വിശ്വസിക്കുന്നവരാണോ. യേശു കർത്തൃത്വമുള്ള നിങ്ങളെ തൊടാൻ കഴിയത്തില്ല, അറിയാവോ? യേശു കർത്തൃത്വം നടത്തുന്ന നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ ഭവനത്തെയോ നിങ്ങളുടെ ഒന്നിനെയോ പിശാചിന് തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കൾ, ഞാൻ പല ദൈവദാസന്മാരോട് പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാതെ വാക്കുകൾ പറഞ്ഞാൽ അത് ഫലിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതോട് കൊമ്പ് കോർക്കാൻ പോകരുത് കേട്ടോ. ഞാനിത് പറയാൻ കാരണം, പ്രാർത്ഥിക്കുകയും കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ കുറ്റം പറയാൻ പോകരുത്. നിങ്ങളോട് ഞാൻ ഏറ്റവും നല്ല വാക്ക് പറയാം, നിങ്ങൾ ഒന്നും ചെയ്യാൻ പോയില്ലെങ്കിലും ഈ പ്രാർത്ഥിക്കുന്നവരുടെയും അഭിഷേകമുള്ളവരുടെയും പുറകെ നടന്നവരെ വിധിക്കാൻ പോകരുത്. അവർ തിരിഞ്ഞെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഉണ്ട്. അത് ശ്രദ്ധിച്ചോണം. ഇവിടെ ഫിലിപ്പോസിന് എന്ത് ചെയ്തു, ഈ ദുരാത്മാവിൽ ഈ അഭിചാരം ചെയ്യുന്ന ഈ മനുഷ്യൻ, ശീമോൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഇവൻ എന്ത് ചെയ്യാൻ നോക്കുവാണ്, ഫിലിപ്പോസിനെ കൂടെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ നോക്കുവാണ്. അത് നോക്കിയോണം, ഈ തുടക്കം പോലെ ഞാൻ വായിക്കാം. ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാനെന്ന് ശമരിയ പട്ടണത്തെ ഭ്രമിച്ചു. എന്നാൽ 12-ാം വാക്യം നോക്കി, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവൻ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും, അതായത് ഈ ആഭിചാരക്കാരനും എന്ത് ചെയ്തു, അവൻ്റെ പരിപാടി നടക്കുന്നില്ല. അവിടെ ഫിലിപ്പോസും ചേർന്ന് വലിയ വീര്യപ്രവർത്തി അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് അവൻ ഭ്രമിച്ചുപോയി. അവൻ്റെ ഒരു പരിപാടി നടന്നില്ല. ഇപ്പം മനസ്സിലായോ? ഇനി എത്ര ആഭിചാരക്കാർ വന്ന് നിങ്ങളുടെ വീടിന് ചുറ്റും ഇനി അവർ തമ്പ് കെട്ടി താമസിച്ചാലും നിങ്ങളൊന്ന് യേശുവേ എന്ന് വിളിച്ചാൽ മതി, എല്ലാ പരിപാടിയും തീരും. ആമേൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ ഒരു മനുഷ്യനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ആമേൻ. ഒരു മനുഷ്യനും തൊടാൻ കഴിയത്തില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ കയറുന്ന കാല് കുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാര്യം യേശുവിൻ്റെ അധികാരം എനിക്കുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ അധികാരം എനിക്കുണ്ടെന്ന് പറ. യേശുവിന്റെ അധികാരം എനിക്കുണ്ട്.
ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അധികാരം നിങ്ങൾക്കുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരു ഭവനത്തിൽ കാല് കുത്തിയാൽ യേശുവിന്റെ നാമം, അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ ഒരു വെള്ളം കൊടുക്കുന്നവനാണെങ്കിൽ. ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന്. എത്ര പേര് ആ വാക്യം കണ്ടിട്ടുണ്ട്? എബ്രായർ ലേഖനത്തിലാണ്. കറക്റ്റായിട്ടൊന്ന് അയക്കും. കറക്റ്റായിട്ട് ആ വാക്യം ഒന്ന് പറഞ്ഞു. ഏത് വാക്യമാണ് പെട്ടെന്ന് പറഞ്ഞേ? മത്തായിലാണോ എബ്രായറിലാണോ? മത്തായില് ഏത് വാക്യം? സുവിശേഷത്തിനകത്താണ്. അയ്യോ, ഞാൻ ചോദിച്ച സുവിശേഷത്തിലാന്ന് എനിക്കറിയാം. ഏത് വാക്യത്തിലാന്നറിയാവോ? ഏത് അധ്യായത്തിലാന്നറിയാവോ? ഏത് അധ്യായത്തിലാന്നറിയോ? കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്നൊരു വാക്യമുണ്ട്. ഇപ്പം മനസ്സിലായോ? അപ്പൊ ഈ ഒരു അധികാരം ഉള്ളത് കൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്. ഇപ്പൊ യേശുവിന്റെ പേരിൽ നിങ്ങളൊരു ഭവനത്തിൽ കയറി ചെന്നാൽ നിങ്ങൾ ആ വീട്ടുകാരൻ ഒരു ഗ്ലാസ് വെള്ളം മത്തായി നയിക്കരുതേ. മത്തായിലാന്ന് എനിക്കറിയാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊരു ഭവനത്തിൽ കയറി ചെന്നാൽ ആ ഭവനം കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ കൈക്കൊണ്ടാൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആ വ്യക്തി മുഖാന്തരം 9:41 അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിന് ശേഷം പ്രാർത്ഥിക്കാം. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള വ്യക്തികളെ പറ്റി ഞാൻ അങ്ങനെ ഒരു വാക്കിയില്ല കേട്ടോ. 9:41 അല്ല, കറക്റ്റായിട്ട് മത്തായിയുടെ സുവിശേഷമാണോ? മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 41 അല്ലല്ലോ. റീത സൗകര്യം തെറ്റിയല്ല വാക്യം. വേറെ 8 നോക്കി. മാർക്കാണ്. മത്തായി 10:42. ഓക്കെ, 10:42, 9 അല്ല, 10:40. ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് കാണിക്കാവേ. മത്തായി 10:42. കേട്ടോണം. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നു, പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു. ഇപ്പം മനസ്സിലാവും. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള ഏറ്റവും വഴി എന്ന് പറഞ്ഞുതരാം. എല്ലാവരെയും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. കർത്താവിൻ്റെ നാമത്തിൽ യേശുവിനെ വിശ്വസിക്കുകയും അഭിഷക്തന്മാരെ കുറ്റം പറയാതെയും കർത്താവിൻ്റെ വചനത്തിലെ അനുഗ്രഹത്തെ വിശ്വസിക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിച്ച് നിങ്ങൾ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ബൈബിൾ പറയുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതിൻ്റെ അർത്ഥം നാളെ മുതൽ നിങ്ങൾ എല്ലാവരും എന്നെ വീട്ടിൽ വിളിച്ച് ക്ഷണിച്ച് ആഹാരം തരിക എന്നുള്ള കഥയല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഭവനത്തിൽ കാലുകുത്തിയാൽ യേശുവിൻ്റെ അധികാരം ആ ഭവനത്തിൽ വെളിപ്പെടും. പിശാചുക്കൾക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ആ കുടുംബത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങളുണ്ടാവും. മനസ്സിലായി? യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. ഒരുത്തന് ഇവിടെ നോക്കിയേ, ശിഷ്യൻ എന്ന് വെച്ച്, അതായത് ശിഷ്യനാകണം, യേശുവിൻ്റെ ശിഷ്യനായിരിക്കണം എന്ന് വെച്ച് ചെറിയവലൊരുത്തന്, എല്ലാ പ്രാർത്ഥനക്കാരെയും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. ഒരു പാനപാത്രം തണ്ണീർ, വെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം, വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു. പണ്ടൊരു ബ്രദർ ഇങ്ങനെ പറഞ്ഞതുപോലെ, പുള്ളി തമാശ പറഞ്ഞതാണ്. തമാശ പറഞ്ഞതെന്ന് വെച്ചാൽ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ ഒരു ബ്രദറിന് ഒരു ബിരിയാണി മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ആൾക്കാർ ചിരിച്ചു. പക്ഷേ ഈ ഒരു വചനം അടിസ്ഥാനത്തിൽ എന്നർത്ഥം നിങ്ങൾ നാളെ മുതൽ ബിരിയാണി മേടിച്ചിടന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ മേലെല്ലാം ഈ അധികാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളൊരു ഭവനത്തിൽ കാലുകുത്തിയാൽ അവിടെ മരണം മാറും, അനർത്ഥങ്ങൾ മാറും. പിശാചിന് പിന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു രാത്രി അവിടെ കിടന്നാൽ, നിങ്ങളൊരു രാത്രി അവിടെ നിന്നാൽ, ഞാൻ ഏത് ഭവനത്തിൽ ചെന്നാലും ദൈവകൃപയാൽ കർത്താവിൻ്റെ നാമത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മേടിച്ച് കുടിച്ചിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം, ഇനി അവർ ചായ ഒന്നും തന്നില്ലേ പോലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഏത് ഭവനത്തിൽ ചെന്നിട്ടുണ്ടോ ആ ഭവനത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദറിന് ദാഹിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ദാഹിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ പോലും എനിക്ക് ദാഹമില്ലെങ്കിൽ പോലും ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിരിക്കും. അതെന്തിനാണ് കുടിക്കുന്നറിയാവോ? കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന് ഞാൻ പ്രതിഫലം കൊടുക്കാതിരിക്കത്തില്ല. ഇപ്പം മനസ്സിലായോ? അത് നാളെ മുതൽ നിങ്ങൾ ബന്ധനമാണ്, പോരാട്ടമാണ്, പിശാചാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരെല്ലാവരും വിളിച്ച് ചായയും കാപ്പിയും കൊടുത്ത് ഉള്ള ബന്ധനം കൂടെ കൂടത്തേ ഉള്ളൂ. കർത്താവിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ മാത്രം എന്ത് ചെയ്യുക? ഭവനത്തിൽ കയറ്റുക. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ആത്മീയ വർധന വരുത്തുന്ന, നിങ്ങളെ ക്രിസ്തുവിൽ പ്രബോധിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ മാത്രം എന്ത് ചെയ്യുക?
പ്രാർത്ഥനയ്ക്ക് കയറ്റുക. അല്ലാതെ പറഞ്ഞ് നിങ്ങൾ കയറ്റരുത്. ഉള്ള ബന്ധനം വർദ്ധിക്കത്തേ ഉള്ളൂ, ഉള്ള കെട്ട് മുറുകത്തേ ഉള്ളൂ. മനസ്സിലായോ? ആമേൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഫിലിപ്പോസ് ആ ശമരിയ പട്ടണത്തിൽ ചെന്നപ്പം ആ വാക്കിലേക്ക് ഞാൻ വരികയാണ്. അവിടെ മഹാസന്തോഷം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയിൽ മഹാസന്തോഷം ആ ഭവനത്തിൽ ഉണ്ടായി. അപ്പം ഈ മഹാസന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയാം, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള എളുപ്പ വഴിയൊക്കെ ഞാൻ ഈ പറഞ്ഞു തന്നേക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതൊക്കെ. ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് അപകടം കിടപ്പുണ്ട്. ആവശ്യമില്ലാത്തവരൊന്നും വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യരുത്, കയറ്റുകയും ചെയ്യരുത്. അത് നിങ്ങൾക്ക് ബന്ധനമാകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ 8-ാം വാക്യത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കണം, ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞേക്കുന്നത് ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ 8-ാം വാക്യമാണ്, 8-ന്റെ 8 കൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എൻ്റെ അർത്ഥം അതുവരെ ആ മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? ആഭിചാരം ചെയ്ത് ആ ദേശത്തെ മുഴുവനും കാൽക്കീഴിലാക്കി വെച്ച് അവരുടെ സന്തോഷം മുഴുവൻ ശീമോൻ കെടുത്തിയെങ്കിൽ ഫിലിപ്പോസ് ലീഗ വന്ന് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. എൻ്റെ അർത്ഥം പട്ടണത്തിൻ്റെ കെട്ട് പൊട്ടി, പട്ടണത്തിലെ ഭൂതങ്ങൾ ഓടാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നടക്കും. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു ഭവനത്തിൽ കാലുകുത്തിയാൽ പിന്നെ ഒരു പിശാചിനോടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കഴിവല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ദൈവം എന്നെ അയക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, ഞാനൊരു ഭവനത്തിൽ ചെന്നാൽ ദൈവം എന്നെ അയക്കുന്നതെന്ന് പറ. ഞാനൊരു ഭവനത്തിൽ ചെന്നാൽ ദൈവം എന്നെ അയക്കുന്നതാണ്. ഒരു ഭവനത്തിൽ ചെന്നാൽ ദൈവം എന്നെ അയക്കുന്നതാണ്. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അപ്പൊ നിങ്ങൾ കാലുകുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. ഞാനത് വിശ്വസിക്കുന്നതാണ്. ഞാൻ കാലുകുത്തുന്ന ഭവനം അനുഗ്രഹമായി തീരും. ഞാൻ ചെല്ലുന്ന പട്ടണങ്ങൾ അനുഗ്രഹമായി തീരും. കാര്യം എന്നെപ്പറ്റി എൻ്റെ ദൈവം അങ്ങനെ പറഞ്ഞേക്കുന്നത്. നീ കാലുകുത്തുന്ന പട്ടണത്തെ നിനക്ക് ഞാൻ അവകാശമാക്കി തരുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. നീ ഒരു ഭവനത്തിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ്. അപ്പം ഞാനത് ചെയ്യണം, ദൈവം എന്നെ അയക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ഇത് തന്നെയാണ് ഫിലിപ്പോസ് ആ പട്ടണത്തിൽ ചെന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആ പട്ടണത്തിലെ ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിച്ചു. ആമേൻ. അതുകൊണ്ട് ഓർത്തോണം, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെന്നാൽ ഒരു പട്ടണം അനുഗ്രഹമാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കാലുകുത്തിയാൽ ആ ഭവനത്തിൻ്റെ കെട്ടു പൊട്ടും. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ഉറക്കെ നിങ്ങളുടെ ഭവനത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അനേകർ ക്യൂ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് വരാൻ വേണ്ടി പോവാം. എത്ര പേരത് വിശ്വസിക്കുന്നു? എനിക്കറിയാം, ഞാൻ കോട്ടയത്ത് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എനിക്ക് വന്ന് നമ്മൾ 2 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി ആയപ്പോഴാണ് പ്രാർത്ഥന തീർന്നത്. എന്നിട്ടും ആൾക്കാർ പിന്നെയും നിൽക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമയമില്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ നാമത്തിൽ അനേകരെ പ്രാർത്ഥിച്ച് എണീപ്പിക്കാൻ വേണ്ടി പോകും. എത്ര പേരത് ഏറ്റെടുക്കും? ഞാൻ വെറുതെ പറയുമല്ല, യേശുവിൻ്റെ നാമത്തെ അത് റിലീസ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തളർവാദ രോഗികൾ എണീക്കാൻ വേണ്ടി പോകുക. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗശക്തികൾ വിട്ടുപോകാൻ വേണ്ടി പോവുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ അലറി മാറാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിനെ കർത്താവ് അത് സീൽ ചെയ്യുന്നല്ലോ. ഞങ്ങളുടെ കഴിവല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധയാത്മാവ് ഞങ്ങളിൽ വസിക്കുന്നല്ല. കർത്താവേ, അങ്ങയുടെ കൃപയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ഇന്ന് സംഭവിക്കുന്നല്ലോ. ഇന്ന് കർത്താവിനോട് പറയുന്നു, ഒരു സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഒരു പെൺ തലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവിനെ പറയുകയാണ്. സാജൻ്റെ ഭവനത്തിലെ പെൺ തലമുറയെ ദൈവം സ്പർശിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു മഹാസന്തോഷത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. സകല പിശാചിൻ്റെ പ്രവൃത്തികൾക്കും ഇന്ന് വിരാമം കുറിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സാജൻ്റെ ഭവനത്തെ, സാജൻ്റെ തലമുറയെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത് ആരാന്ന് വെച്ചാൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഭവനത്തിൽ എന്റെ പേരാണ് സാജൻ. ഏറ്റെടുത്തത് സിസ്റ്റർ, ഇന്ന് തലമുറകളെ കർത്താവ് തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ ഈ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞോണം. ഞാൻ നിങ്ങളെ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് തൊടുക. നിങ്ങളൊരു ഭവനത്തിൽ കാല് കുത്തിയാൽ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേ പോകാളൂ കേട്ടോ. ഞാൻ കാല് കുത്തി തിരിച്ചിറങ്ങുമ്പോൾ ഭവനത്തിൻ്റെ ബന്ധനം പൊട്ടിയിരിക്കും.
എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്, ഒത്തിരി വരുന്ന സമയങ്ങളിലൊക്കെയും പറയാം. കർത്താവ് അയച്ച ഭവനങ്ങളിൽ, ദൈവത്താൽ ചെന്ന ഭവനങ്ങളിലൊക്കെയും കർത്താവ് ആ കുടുംബത്തെ, നമ്മുടെ മിടുക്കല്ല കേട്ടോ, പലപ്പോഴും ഞാൻ കരയാറുണ്ട്, കർത്താവേ എന്തുണ്ട് യോഗ്യത, എന്തുണ്ട് കർത്താവേ, നീ തന്ന കൃപയല്ലാതെ, നീ തന്ന ദാനമല്ലാതെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നീ കാലുകുത്തിയാൽ പട്ടണങ്ങളിലെ ഭൂതങ്ങൾ ഇളകും, നിങ്ങൾ കാലുകുത്തിയാൽ പിശാചുക്കൾ അലറി മാറും, നിങ്ങൾ കാലുകുത്തിയാൽ ഒരു കുടുംബത്തിലും പിന്നെ ഒരു പിശാച് കാര്യം നിങ്ങളുടെ മേൽ അധികാരം നിങ്ങളത് അറിഞ്ഞില്ലേലും നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. പിശാചിനതറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ നാമത്തിലുള്ള ഉപയോഗിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യാത്തത്, നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ഭാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഉടനെ പറഞ്ഞാണ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കണ്ടിരിക്കും. ഒറ്റ വാക്ക് പറ, അത് റിലീസായിരിക്കും, അത് അത്ഭുതമായി തീർന്നിരിക്കും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവാത്മാവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നപ്പ, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, നന്മകൾ തുറന്നു വരട്ടെ, അധികാരങ്ങൾ തുറന്നു വരട്ടെ. ഒരു വീട് എന്നെ കർത്താവ് കാണിക്കും. ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു കിളിക്കൂട് തൂക്കിയിട്ടിരിക്കുന്നത്, അതിൻ്റെ അകത്തൊരു പക്ഷി ഇട്ടിരിക്കുന്ന, വീടിൻ്റെ വാതിക്കെ തന്നെ അത് കിടക്കുന്നുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവിനെ കാണിക്കണം. ആ ഭവനം കയറി ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ആ 2 സ്റ്റെപ്പ് കയറി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാനൊരു സെറ്റി കാണുന്നു. ഒരു സോഫ സെറ്റി കിടപ്പുണ്ട്. സോഫ സെറ്റിയുടെ തൊട്ട് മുകളിൽ തന്നെ ഒരു ഷെൽഫ് ഇരിപ്പുണ്ട്. ആ ഷെൽഫും അതിൻ്റെ ആ ഷെൽഫിൻ്റെ സെറ്റിയുടെയും തൊട്ട് അത് കവർ ചെയ്ത് കയറി പോകുന്ന ഒരു റൂമിൽ ഒരു വാതിലാണ്. ആ വാതിലിൻ്റെ കർട്ടൻ മാറ്റി മുമ്പോട്ട് ചെല്ലുന്നത് തന്നെ ഒരു മുറിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിൽ, ആ മുറിക്കകത്തിരിക്കുന്ന 2 വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കും. ആ മുറിയിൽ ഇന്ന് താമസിക്കുന്ന 2 വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നോട് ദൈവാത്മാവ് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് കർത്താവ് ആ ഭവനത്തെ പരിശുദ്ധാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ, എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞാൻ അധികാരത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയതില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോണേ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ, വലിയ അത്ഭുതത്തെ തുറക്കുന്നല്ലോ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ നിങ്ങൾ ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉപയോഗിച്ചേ. ഇന്ന് രോഗിയായിട്ടിരിക്കാൻ പറ്റത്തില്ല, ആ മുട്ടുവേദനയോടൊന്ന് കൽപ്പിച്ച്, ആ വേദനയോടൊന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോട് പറ, ക്യാൻസറോട് പറ, ട്യൂമറിനോട് പറ, ഷുഗറിനോടോ പ്രഷറിനോടോ ഹാർട്ടിൻ്റെയോ കിഡ്നിയുടെയോ ഏത് ഫെയിലിയർ ആണെങ്കിലും കൽപ്പിച്ചേ ഒന്ന് യേശുവിൻ്റെ പേര് പറഞ്ഞ്. ഇവിടെ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ യേശുവിനെ ഉയർത്തിയപ്പോൾ അവിടെ ഭൂതങ്ങൾ, രോഗങ്ങൾ, പിശാചുക്കൾ, ആഭിചാരക്കാർ പോലും തകർന്നുപോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ അന്ധകാരങ്ങളെ വിടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. കർത്താവ് ആ വ്യക്തിയെ സ്പർശിക്കുന്നു. ജോണി എന്ന പേരുള്ള ഒരു ബിസിനസ് ചെയ്തൊരു വ്യക്തിയാണ്. ആ ബിസിനസ്സിൽ കൂട്ടുനിന്ന പലർ നിമിത്തം ഉണ്ടായ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, 2 വട്ടം അത് ചെയ്തിട്ടും പരാജയപ്പെട്ടുപോയി, നഷ്ടങ്ങളുണ്ടായി. ആ ഒരു ഭവനത്തെ കർത്താവിനോട് പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിനെ വിശ്വസിക്കുക, ദൈവം നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് ജോണിയുടെ ഭവനത്തോ നോക്കി പ്രവചിക്കുക. ദൈവാത്മാവോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന നഷ്ടങ്ങളെ എഴുതി തള്ളിയിട്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പുതു വഴികളെ തുറന്നു വിടുന്നപ്പ. നന്മ തുറക്കട്ടെ, അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ, ഉയർച്ച തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. വഴികളെയും വാതിലുകളെയും തുറക്കുവാൻ ശക്തനായവനെ, ഇന്ന് ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് നന്ദി. ഇപ്പോൾ ഈ നിമിഷം തന്നെ ഞാൻ കാണുന്നത്, ഈ ചെവിക്കകത്ത് ചില സമയത്ത് ചില ബുദ്ധിമുട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെവി അടഞ്ഞിട്ടൊരു വേദന പോലെ, നമ്മൾ ഈ വല്ലാത്തൊരു വേദന പോലെ വരുന്ന 1-2 വ്യക്തികളെ കർത്താവിനെ കാണിക്കും. അവർ കൈയെടുത്ത് വെച്ച്, നിങ്ങൾ ആ ഒരു വിരലെടുത്ത് ആ ചെവിയിലോട്ടൊന്ന് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വേദന ഇപ്പം തന്നെ പുറത്താകുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. അത്ഭുതത്തെ സ്വീകരിച്ചാട്ടെ, അനുഗ്രഹത്തെ സ്വീകരിച്ചാട്ടെ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങളെ ചെയ്ത് കഴിഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്ററെ, നമുക്ക് ഒരുമിച്ചെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം.
ഈ സമയത്ത് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ, ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾക്ക് നമ്മുടെ ഇതിന് ശേഷം നമ്മുടെ ഈ പ്രാർത്ഥന യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വചനം പിന്നെയും ഞാൻ അത് പിന്നെയും വെച്ച് ഉറക്കെ വെക്കുക. നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഞാൻ ഇന്നാളെ പറഞ്ഞു, ഈ ബ്ലൂടൂത്തിൻ്റെ ഒക്കെ സ്പീക്കർ കിട്ടും, 100-150 രൂപ കൊടുത്താൽ മതി. അതൊക്കെ മേടിച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഉറക്കെ ഭവനത്തിൽ വെക്കുക. ആ ഒരു വചനം ഉറക്കെ കേൾപ്പിക്കുക. ഭവനം കേൾക്കണം നിങ്ങളുടെ വചനം. ആ ഭവനത്തിൽ ഓരോ മുറികൾക്കകത്തോട്ടും വചനം നിറയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാം? അതിൻ്റെ അകത്തിരിക്കുന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെടും. ഫിലിപ്പോസ് യേശുക്രിസ്തുവിൻ്റെ വചനവും ദൈവരാജ്യവും പ്രസംഗിച്ചപ്പോൾ ആഭിചാരക്കാരൻ മുട്ടുമടക്കിയെങ്കിൽ, ദുർഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ, രോഗികൾ സൗഖ്യമായെങ്കിൽ, അതേ ഫിലിപ്പോസ് ലീഗ പ്രസംഗിച്ച വചനമല്ലേ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞിട്ടും അതേ വചനമല്ലേ, ഫിലിപ്പോസ് ലീഗ പ്രസംഗിച്ച അതേ യേശുവിനെ അല്ലേ നമ്മളും പ്രസംഗിക്കുന്നത്? ആ സുവിശേഷം ഒന്ന് തുറന്നു വെച്ചേ, വീടിൻ്റെ അകത്തൊന്ന് കേൾപ്പിച്ചേ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അന്ധകാരങ്ങൾ വിട്ടുമാറും, പ്രതിസന്ധികൾ തകർന്നു മാറും, നിങ്ങളുടെ കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ പോകാം. ഇന്ന് സാക്ഷ്യം പറയുവാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കിൽ സാക്ഷ്യം പറയാം. പ്രാർത്ഥനാ വിഷയങ്ങളല്ല, സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. നിങ്ങൾക്ക് അവസരമാണിത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെന്ന് പറയരുത്, വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറയുക. 1-2 സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം പെട്ടെന്നൊന്ന് പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. എന്റെ പേര് മേഴ്സി എന്ന. ബ്രദറെ, എനിക്ക് ഞാൻ എലന്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ബ്രദറിന്റെ ഈ പ്രാർത്ഥന ഞാനിപ്പം കുറച്ച് ഓഗസ്റ്റ് തൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി നല്ലതാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ. എനിക്ക് കൈയ്ക്ക് ഒരു വേദന ഉണ്ടായിരുന്നു, ഇന്നലെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്കത് പരിപൂർണമായിട്ട് മാറി. ഞാൻ എന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇങ്ങനെ ബ്രദറിന്റെ വചനം പറഞ്ഞുകൊണ്ട് നടന്നു. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്. അതുപോലെ തന്നെ എന്റെ മോൾക്കും ഒരു പീരിയഡ് സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അവളോട് വിളിച്ചു പറഞ്ഞു, മോനെ നീ ഇങ്ങനെ വചനം പറഞ്ഞു. അങ്ങനെ ഞാൻ യെശയ്യാവ് 43:18 മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ വചനം ഞാനിങ്ങനെ പറഞ്ഞ്, അതുപോലെ തന്നെ ബ്രദറിന്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്, അധികാരത്തോടെ പ്രസ്താവിക്കാൻ പറഞ്ഞു. അവൾ അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പരിപൂർണ വിടുതലായി. ഇന്ന് എന്നെ വൈകിട്ട് വിളിച്ച് വളരെ സന്തോഷവതിയായിട്ട് എന്നെ വിളിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നിടത്തെല്ലാം ബ്രദറിന്റെ ഈ വചനം അവിടെ ഓൺ ചെയ്ത് വെക്കും. പേഷ്യൻസ് വരുന്നിടം വരെയും ഓൺ ചെയ്ത് വെക്കും. അവർ വരുമ്പോൾ ഞാൻ ജസ്റ്റ് മ്യൂട്ട് ചെയ്യും, പിന്നെ ഇത് വെക്കും. ഞാൻ അവരെ എല്ലാരെയും കേൾപ്പിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യുന്നല്ലോ. കർത്താവ് ഇന്ന് കൊടുത്ത Thank you. സൗഖ്യത്തിന് നന്ദി. സിസ്റ്റർ കൊടുത്ത കയ്യിലെ ആ ബുദ്ധിമുട്ടിന് സൗഖ്യമാണ് നന്ദി. മാർക്ക് കൊടുത്ത ബുദ്ധിമുട്ടിനും സൗഖ്യമാണ് നന്ദി. ഇനിയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. അനേരോട് യേശുവിന്റെ സാക്ഷ്യം പറയുക. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ബ്രദറെ, ഒരു പ്രോഫസി കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒരു കിളിക്കൂട് ഒരു വീടിന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു. 2 സ്റ്റെപ്പ് ഉണ്ട്, ഒരു സോഫയുണ്ട്, ഒരു കബോർഡ് ഉണ്ട് റൈറ്റ് സൈഡില്, ഒരു അലമാരി കർട്ടൻ. അത് പറഞ്ഞത് എന്റെ വീടാണ്, എന്റെ മമ്മിയൊക്കെ താമസിക്കുന്ന വീട്. അവിടെ 2 പേരുന്നു. എന്റെ സിസ്റ്ററിലോ പെട്ടെന്ന് ഒരു നേഴ്സായിരുന്നു, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക ബ്രദറെ, ഒരു സൈഡ് മുഴുവൻ. പിന്നെ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അവിടെ കർത്താവിന്റെ പ്രവൃത്തി നടന്നതാണ്. ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ എന്നോട് ഈ വീടിന്റെ അകത്ത് വല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഏറ്റെടുത്തു. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകളെ എണീപ്പിക്കും കേട്ടോ. കർത്താവ് എനിക്കറിയത്, ഞാൻ പറഞ്ഞില്ലേ, ആ ഭവനത്തെ ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് ആ ഭവനത്തിൽ കിടക്കുന്ന വ്യക്തി യേശു തൊടുകയാണ്. മകളോട് പറഞ്ഞ യേശു നിന്നെ സൗഖ്യമാക്കും. കാണുമ്പോഴൊക്കെ ചെല്ലുമ്പോഴൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങ് എണീപ്പിച്ചോളാം കേട്ടോ. യേശുവിന്റെ തിരുമുറിവിൽ അത്ഭുതമുണ്ട്. രോഗിയെ കാണാൻ പോയ സമയത്ത് ബ്രദറെ, രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഭൂതം ഇളകി ഭയങ്കരമായിട്ട് അലറി വിളിച്ചു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ രോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചെങ്കിൽ ഈ ഭൂതം ഇളകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്നോട് പുറത്തു പോകുന്നു പറഞ്ഞിട്ട് വല്ലാതെ ശാസിക്കാനിടയെ. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വചനം ഓർത്തു. എനിക്ക് അധികാരം തന്നിട്ടുണ്ടല്ലോ ഭൂതങ്ങളെ പുറത്താക്കാൻ. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അത് അലറി വിളിച്ച് ശാന്തമായി കിടന്നുറങ്ങാൻ ഇടയായി. ഇന്നലെ ഉണ്ടായ സംഭവമാണ് ബ്രദറെ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോയി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് രോഗത്തിന്റെ വിളിക്കുന്ന പിശാച് ഇളകി
സഹോദരിയുടെ മേലേക്ക് വന്നു. പക്ഷെ സഹോദരി പേടിച്ചില്ല. വചനത്തിന്റെ ശക്തി അതാണ്. അപ്പം തിരിച്ചു പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ട്, ഞാൻ പറഞ്ഞാൽ ഭൂതം പോകുമെന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥിച്ചു. ആ മകൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. എൻ്റെ അർത്ഥം ഭൂതം വിട്ടുപോയി. ആ മകൾ സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിന് സ്തുതി. ഇനിയും ഇതുപോലെ പ്രാർത്ഥിക്കുക. ഭൂതം ഇളകുമ്പോൾ പേടിക്കരുത്. പിശാച് ഇതുപോലെ എക്സ്പോസ് ചെയ്ത് വരും, പേടിക്കരുത്. അവൻ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. നിങ്ങളുടെ അകത്ത് യേശുവിൻ്റെ കർത്തൃത്വമുണ്ട്. നിങ്ങളെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ബ്രദറെ ഉണ്ടോ? ഒരു ജോണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ബ്രദർ ഒരു പ്രൈസ് ലോർഡ് ബ്രദറെ. ജോണിയുടെ കാര്യം ആ ഒരു പറഞ്ഞു. ജോണിയുടെ കാര്യം ഒരു ബിസിനസിന്റെ കാര്യം. അത് എന്റെ ബ്രദറാണ്. അവൻ രണ്ട് തവണ ഒരേ ബിസിനസ് ചെയ്തു, ഇങ്ങനെ കൂടോത്രമൊക്കെ ചെയ്തു, അങ്ങനത്തെ ഇതിലൊക്കെ പൊട്ടിപ്പോയി. ഇപ്പൊ മൂന്നാമതൊരെണ്ണം തുടങ്ങാനിരിക്കുകയാണ്. സിസ്റ്ററെ, എന്നോട് ഈ കാര്യം വല്ലതും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജോണിയോട് പറയണം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആചരിക്കുക. വചനം കേട്ടിട്ട് തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഇനി അബദ്ധം പറ്റും. പക്ഷെ യേശുവിന്റെ നാമത്തിൽ തുടങ്ങിയാൽ അത് അനുഗ്രഹമായി തീരും, വർധനവായി തീരും പറഞ്ഞു കേട്ടോ. കർത്താവ് വെളിപ്പെടുത്തി പുള്ളിക്ക് ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. പുള്ളിക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇതൊരു തെളിവാണ്. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ. പാസ്റ്ററെ പാസ്റ്ററെ ഒരു വാക്ക് കേൾക്കാവോ? പാസ്റ്ററെ ഞാനൊരു മോഡൽ കൊടുക്കാം. പാസ്റ്ററിനോട് ഒരു സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ. പറഞ്ഞു. പാസ്റ്റങ്ങൾ, എന്റെ പേര് ജിഷ എന്നാണ്. ഞാനാണെങ്കിൽ അന്ന് പാസ്റ്റങ്ങൾ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. അപ്പത്തേക്കിനും ഞാൻ അതിന്റെ ഡേറ്റ് എടുത്തു. 4 എണ്ണം ആദ്യം എഴുതി. അത് 3 എണ്ണം ഒരുമിച്ച് പാസ്സായി. പക്ഷെ ഒരെണ്ണം ഞാനാണെങ്കിൽ 1 മാർക്കിന് അത് വീണ്ടും 2 പ്രാവശ്യം വീണ്ടും എഴുതിയപ്പം അത് ഞാൻ ഫെയിൽ ആയിപ്പോയി, ഒറ്റ മാർക്കിന് തന്നെ. പക്ഷെ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും 1 മാർക്കിന് ഫെയിൽ ആവുക. അപ്പം അത് ഞാനിപ്പോ ആണെങ്കിൽ ആ എക്സാം ഈ സെപ്റ്റംബർ 10 ആ എക്സാം എഴുതി. ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം 15 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരുന്നു റിസൾട്ട് വരുന്നത്. അപ്പത്തേക്കിനും ഇത്രയും ദിവസമായിട്ട് വന്നില്ലായിരുന്നു. ഞാനിപ്പം ഇപ്പൊ ആണെങ്കിൽ ഈ സമയം ഈ മൊമെന്റിൽ ഞാനാണെങ്കിൽ ചുമ്മാ ഞാനാണ് വന്നോന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു നോക്കിയതാ. അപ്പം എടുത്തു നോക്കിയപ്പോ ഞാൻ എക്സാം പാസ്സായി. എനിക്കതിന് 100 ഔട്ട് ഓഫ് 80 മാർക്സ് ഉണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് വന്ന പ്രാർത്ഥനയിൽ പറഞ്ഞാണ്, വലിയൊരു ഭാരത്തോടെ വന്ന് പറഞ്ഞ വിഷയമാണ്. പരാജയങ്ങൾ ഒത്തിരി സംഭവിച്ചാണ്, പക്ഷെ കർത്താവ് തൊട്ടു. പ്രിയമുള്ളവർക്ക്, ആ പരാജയത്തിൽ നിന്നും കർത്താവ് ഒരു ജയം കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനി ആ ജർമ്മനിയിൽ എന്തോ പറഞ്ഞു. പാസ്റ്ററെ കേക്കാവോ? പറഞ്ഞു. പാസ്റ്റർ എന്നോട് നേരത്തെ ഒരു ആലോചന എന്നോട് പറഞ്ഞായിരുന്നേ. ഇതിനു മുമ്പേ ഞാനും മോളും കൂടെ കോട്ടയത്തിന് വന്നേ. അപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു, 1964 ജനിച്ച ഒരു വ്യക്തിയുടെ 3 മക്കളില് 3-ാമത്തെ മോൾക്ക് വേണ്ടി മോളെ ഓർത്ത് ഭാരപ്പെടുന്നു. അത് വിഷമിക്കണ്ട, അത് മോൾ ഒരു സാക്ഷിയായി തീരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു പാസ്റ്ററെ. എന്നോട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് 3 മക്കളുള്ള കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പാസ്റ്ററെ. ഞാൻ അത് എന്റെ ബുക്കിൽ കുറിച്ചിട്ടു. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ വിഷയം കുറിച്ചിട്ടു. ഈ മോടെ വിജയം അറിയുന്ന കഴിയുമ്പോ എല്ലാരെയും ഒന്ന് പരസ്യപ്പെടുത്താനായിട്ട്. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പൊ ആ മോള് പറഞ്ഞ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷ്യമാണ്. കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. 1964 ജനിച്ച വ്യക്തിയെ 3 മക്കളിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ മകളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കുക, ദൈവം. അപ്പൊ ആ പരാജയത്തിന്റെ പിന്നിൽ, അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഒരു പരാജയം അല്ല, പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാത്മാവ് അത് തൊട്ടു. ആ അമ്മയെ വെളിപ്പെട്ടു. അമ്മയുടെ ജനന വർഷത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. 3 മക്കളുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തി. അതിനകത്ത് ഇപ്പൊ ആൾക്കാർ എന്തൊക്കെ ഇത് പറയുമ്പം ഇതെല്ലാം ഇനി ഓർത്ത് പറയുന്നതായിരിക്കും. അല്ല, അതിന് തെളിവാണ്. പല പരാജയങ്ങൾ ഉണ്ടായ ആളാണ്, പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ദൈവം തൊടുവാന്ന് പറഞ്ഞു. ആ പരാജയത്തിൽ നിന്നും ദൈവം ഒരു ജയം കൊടുത്തു. വലിയൊരു സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ കൂട്ടായ്മകളെ അനേകരോട് യേശുവിനെ പറയുക. ഞാൻ എപ്പോഴും അത് സഭ സ്ഥാപിക്കുമല്ല, ഇതേപോലെ തകർന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. കഴിഞ്ഞ ദിവസം പല ആൾക്കാരും ഒക്കെ ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ, നമ്മളിപ്പം നിങ്ങൾക്കറിയാം, കോട്ടയത്ത് നമ്മൾ കൂടിയതെല്ലാം ചെതറിക്കിടന്നവരാ, മുൻപരിചയമില്ലാത്തവരാ. നമ്മൾ യേശുവിനെ ഉയർത്തണം, ദൈവരാജ്യം വളരണം. നമ്മളെ ദൈവം കണ്ടതാ. ഏത് രാജ്യത്തിന്, ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് രാജ്യമായിക്കോട്ടെ, പലയിടങ്ങളിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൂടുക.
നമുക്ക് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതേപോലെ അനേക തകർന്നവരെ രക്ഷിക്കുവാൻ യേശു നിങ്ങളെയാ കണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാജ്യങ്ങളുടെ നന്മ തുറക്കട്ടെ. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന ഇതിനൊരു തടസ്സം ഉണ്ടാകാതെ വണ്ണം എല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എന്റെ പേര് ജോസ് എന്നാണേ. പറഞ്ഞു. ബ്രദർ, ഒരു 2-3 ദിവസം മുമ്പ് ബ്രദർ ഒരു പ്രൊഫസി പറഞ്ഞായിരുന്നു. അതായത് ബ്രദർ ഇങ്ങനെ വീടിന്റെ മുമ്പിൽ ചൂരൽ കസാര, പിന്നെ ആ ചൂരൽ കസാര ഇടതുഭാഗത്തായിട്ട് ഒരാൾ ഇരിക്കുന്നു, അതിന്റെ ഇപ്പുറത്ത് ഒരു റൈറ്റ് സൈഡിലോട്ട് വേറൊരു വീട്, അതിൽ ജോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ദൈവം കനിഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ യു കെയിൽ വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. അപ്പൊ എന്റെ സ്റ്റഡീസും ഒക്കെ ഇങ്ങനെ ഞാൻ വർക്ക് പെർമിറ്റിന് വെച്ചിരിക്കുവായിരുന്നേ. അപ്പൊ എനിക്ക് ആദ്യം 3 ഇയർ വിസ ആയിരുന്നു അവരെനിക്ക് തന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇത് പുതുക്കണം, അതിന് വേറെയും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോ ഞാനിത് ബ്രദറിന്റെ സാക്ഷ്യം ഇങ്ങനെ എനിക്ക് ദൈവമേ അത് എന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചുകൊണ്ട് ഇന്റർവ്യൂയുടെ സമയത്ത് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവര് തന്നെ എന്നോട് ഇങ്ങനെ പറയുവാണ്, നിനക്ക് 3 ഇയർ വിസ നിന്റെ എടുത്ത് മാറ്റിയിട്ട് 5 ഇയർ വിസ ഫ്രീ ആയിട്ട് നിനക്ക് തരുവാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് COS അടിച്ചു കിട്ടി ബ്രദറെ. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് ബ്രദർ പറഞ്ഞത്. ദൈവം എത്ര പേര് ആ സാക്ഷ്യം കേട്ടാൽ എനിക്കറിയത്തില്ല. ആ ദൈവിക ആലോചന കർത്താവ് വെളിപ്പെടുത്തി. ഇന്നെ ആ സഹോദരനോട് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇതേപോലെ അടയാളം ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഇല്ല ബ്രദർ. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയല്ല സഹോദര, എന്നോട് ബ്രദർ പറഞ്ഞിട്ടുണ്ടോ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കസേര കിടപ്പുണ്ടെന്നും അതിൽ ഇരിക്കുന്നുണ്ടെന്നും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാ കർത്താവ് അത് വെളിപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് തരികയാണ്. യേശു കാണുന്നുണ്ടെന്നും കർത്താവാണ് നന്മ തന്നെന്നും ദൈവമാണ് അത്ഭുതം ചെയ്തതെന്നും നമുക്കിത് ചിലർ പറയും ഇത് ഭാഗ്യമാണ്. ഇത് ഭാഗ്യമല്ല, കൃപയാൽ ലഭിച്ചതാണെന്നും കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് തന്നത്. അപ്പം ബ്രദറെ, കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവ് തൊട്ട് തുറന്ന ദൈവം മുന്നമേ അത് വെളിപ്പെടുത്തിയാണ്. ആ ബന്ധനത്തെ ദൈവം അഴിച്ചു വഴി തുറന്നതാണ്. ഗോഡ് ബ്ലെസ് യു. യു കെയിലാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഉണ്ട്. ഞാൻ ബ്രദറിന് ഓൾറെഡി പ്രാർത്ഥന ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യു കെയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ എല്ലാവരും കൂടണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കൂട്ടായ്മ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രാർത്ഥന ക്രമീകരിക്കാം. ഞാൻ അയക്കുന്ന സ്ഥലം നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഞാൻ പറയുന്നു, താല്പര്യമുള്ളവർ മാത്രം. ചെറിയ കൂട്ടമാണെങ്കിൽ പോലും, കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും നമുക്ക് കൂടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇന്ന് രാത്രിയിലാണെങ്കിൽ ബ്രദറെ കേൾക്കുന്നുണ്ടോ? ബ്രദറെ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇങ്ങനെ ഉറങ്ങാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നേ ബ്രദറെ. ഇന്ന് നല്ല പ്രാർത്ഥിച്ചാ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിടന്നപ്പോ എനിക്ക് ഭയങ്കര തലവേദന ബ്രദറെ, ഭയങ്കര തലവേദന. എനിക്ക് തലവേദന വരാറുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് സമയമൊക്കെ ഞാൻ വിക്സ് ഒക്കെ തേക്കുമ്പോ ഇങ്ങനെ മാറും. പക്ഷെ ഇന്നലെ ഭയങ്കരമായിട്ട് ആ തലവേദനകളെ കൊണ്ട് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ എനിക്ക് വരുവാ ബ്രദറെ, ഭയങ്കര തലവേദന. അപ്പൊ ഞാൻ എളുപ്പം ഇങ്ങനെ പറഞ്ഞത്, യേശുവിന്റെ തിരുമുറുവിനാൽ സൗഖ്യം വരട്ടെ, യേശുവിന്റെ തിരുമുറിനാൽ സൗഖ്യമായിട്ടും ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് ബ്രദറെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ബ്രദറെ എന്റെ തലവേദന എങ്ങോട്ട് പോയത് കർത്താവ് സൗഖ്യമാക്കി ബ്രദറെ. പിന്നെ ഇതുവരെ അത് വന്നില്ല ബ്രദറെ. എല്ലാ മഹത്വവും ദൈവത്തിന് ബ്രദറെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അത്ഭുതമാക്കി മാറ്റുമെന്ന് പറയുന്നു. സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഒരു മോളുണ്ട്, 15 വയസ്സുള്ള അവൾക്ക്. അത് ഡൗൺ സിൻഡ്രോം മോളാണ്. അവള് സ്പെഷ്യൽ സ്കൂളിലാണ് പോകുന്നത്. അവള് വെള്ളിയാഴ്ച സ്കൂളിൽ പോയിട്ട് വന്നപ്പം പറഞ്ഞു യൂറിനറിയുടെ സ്ഥാനത്ത് അവൾക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞു. നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഒരു ചെറിയ മുഴ പോലെ കാണുന്നുണ്ട്, 2 ദിവസത്തിന് മരുന്ന് തരാം, കുറവില്ലെന്നുണ്ടെങ്കിൽ 1 ദിവസം അത് കീറി കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ മരുന്ന് 2 ദിവസം ഒരു ദിവസം മരുന്ന് കഴിച്ചപ്പോഴേ പറഞ്ഞു കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, മോള് സുഖമായി. പിന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. യേശുവിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മോളും പ്രാർത്ഥിച്ചായിരുന്നു. അവർക്ക് സുഖമായി. ഇപ്പൊ തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് വിടിവിച്ചതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എന്റെ പേര് അനു എന്നാണ്. ഞാൻ വിളിക്കുന്നത് കോട്ടയത്തിൽ നിന്നാണ്. ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു, എന്റെ ഫാദറിന് ഇങ്ങനെ നടുവേദന വന്നിട്ട് സൗഖ്യമായ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ അതിന്റെ ഇന്ന് സ്കാനിങ് ആയിരുന്നു. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിലൊന്നും
വേറൊരു പ്രശ്നവും ഇല്ല. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. എന്റെ മാതാവിന് പനിയായിട്ട് ഭാരപ്പെട്ട് കിടക്കും. അപ്പൊ 2 ദിവസമായിട്ട് നടുവേദനയും പുറം വേദനയായിരുന്നു. അത് മാറാതെ നിൽക്കുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു വിടുതലിനെ കിട്ടി. ഈ 2 സാക്ഷ്യങ്ങളും ഞാനിവിടെ പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് പ്രിയ പിതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആ നടു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കർത്താവ് അവിടെ ചെന്നപ്പോൾ റിസൾട്ട് വല്ല അനുകൂലമാക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തതിന് നന്ദി. മാതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആമേൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരാഴ്ച മുമ്പ് ബ്രദറെ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ കാലിന് വേദനയുടെ കാര്യം. അപ്പം കാലിന് വേദന, എന്റെ അസ്ഥിക്ക് വേദന, കാലിന്റെ അസ്ഥിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഒരു ദിശയിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ ഒന്നും മേലാത്ത അവസ്ഥ, രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതുപോലെയായിരുന്നു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രക്തസ്രാവയുടെ വചനവും പിന്നെ കൂനുള്ള സ്ത്രീയുടെ വചനമാണ് അന്ന് ചർച്ചയിൽ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് അത് ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ വൈകിട്ട് പാസ്റ്റർ പറഞ്ഞത് ഈ വചനം തന്നെയാണ്. രക്തസ്രാവയുടെ കാര്യവും സ്ത്രീയുടെ കാര്യമാണ് അന്ന് വൈകിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി തന്ന വചനമാണ്. അങ്ങനെ ഈ വചനം ചെന്ന് സൗഖ്യമാകണം. എനിക്ക് ഞാൻ മരുന്ന് വേണ്ട, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരുന്ന് കഴിക്കല, എനിക്ക് മരുന്ന് വേണ്ട, എന്റെ കാല് ദൈവം സൗഖ്യമാകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ശക്തമായ പ്രാർത്ഥന വചനം പറഞ്ഞു ഞാൻ നടക്കും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ വിശ്വസിച്ച ദൈവത്തിന്റെ മുഖത്തെ കാര്യം എല്ലാം വചനം പറഞ്ഞു നടന്നു. ഈ ദിവസം തിങ്കളാഴ്ച ആയിരുന്നു. ഞാൻ ആ വചനം അന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് കാല് ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. പൂർണ്ണ വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ഞാൻ എനിക്കൊരു ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഞാനത് മുൻകൂറായിട്ട് ക്ഷമ ചോദിക്കുക എല്ലാവരോടും. എനിക്ക് ഭയങ്കര ശരീരം മൊത്തം ബോഡി പെയിൻ വന്നിട്ട് ഭയങ്കര വേദനയും പുകച്ചിലും, എനിക്ക് എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിന് ഒരു മെസ്സേജ് ഇട്ടു, എനിക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സൂം പ്രെയർ, പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചൂടൊക്കെ പിടിച്ചെങ്കിലൊന്നും ഒരു ആശ്വാസം എനിക്ക് ലഭിച്ചിരുന്നില്ല. നീർക്കെട്ടിന്റെ മരുന്ന് ഗുളികയൊക്കെ കഴിച്ചിരുന്നു, ഒന്നും ഒരാശ്വാസം തോന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ. എന്നിട്ട് ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടു, ബ്രദർ പ്രാർത്ഥിച്ച് എനിക്ക് മറുപടി ഇട്ടു. അങ്ങനെ ഒരു വേദന പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെയും. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് എടുക്കുമ്പോൾ മറ്റു സഹോദരിമാരൊക്കെ പറഞ്ഞോട്ടെ അവര് വളരെ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ഒതുങ്ങി നിന്നതാണ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് അത് പറയാൻ കർത്താവ് അത്ഭുതം ചെയ്താണ്. പ്രേസ്റ്റർ പറഞ്ഞത് തന്നെ ദേഹത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് പോലും മാറിയില്ല, ചൂട് പിടിച്ചിട്ട് പോലും മാറിയില്ല, മെഡിസിൻ എടുത്തിട്ട് മാറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു കൃപ തന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പിന്നെ ആ വേദന വന്നിട്ടുമില്ല അല്ലേ. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ കൃപയാൽ അനേകം കർത്താവിന്റെ സൗഖ്യം കൃപ ഉണ്ടാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ബാക്ക് പെയിന്റെ വേദന പരിപൂർണമായി മാറിപ്പോയിട്ട് ബ്രദർ എന്നോട് പ്രാർത്ഥിച്ച് പിന്നെ മാറിപ്പോയി, പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് മാത്രം. കഴിഞ്ഞ ദിവസം ഷിജുബദർ പറഞ്ഞായിരുന്നു വലിയ ബാക്ക് പെയിൻ ആയിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്തു, ആ വേദന പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഒരു കാര്യം, ഈ ബ്രദറിന്റെ ഈ നമ്പറിലാണോ ബ്രദർ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്? ഈ നമ്പറാണോ കോണ്ടാക്ട് നമ്പർ? ഇപ്പൊ ബ്രദർ ഈ വാട്സപ്പ് ഉപയോഗിക്കണം? ഗൂഗിൾ പേ അല്ല, നമുക്കത് അക്കൗണ്ട് നമ്പറാണ്, നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ളത് അക്കൗണ്ട് നമ്പറാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വർഗീസ് ബ്രദർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ അത് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാം. വർഗീസ് ബ്രദർ ഉണ്ടോ? സെൻഡ് ചെയ്ത് ബ്രദറിന് ഞാൻ മെസ്സേജ് കുറെ അയച്ചു, ബ്രദർ പിന്നെ നോക്കിയില്ല. ഓക്കെ ബ്രദറെ, ഞാൻ ഇപ്പൊ തന്നെ സഹോദര വർഗീസ് ബ്രദറെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യാം. കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി ആൾക്കാർ വിതയ്ക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അത് പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി വിതയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതെല്ലാം മുന്നോട്ടുള്ള പ്രാർത്ഥനകൾ അത് പ്രയോജനപ്പെടും. നമുക്കറിയാലോ പല സ്ഥലങ്ങളിൽ നമ്മൾ മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ ഈ വിതയ്ക്കുന്ന വിത ഒരിക്കലും ഞാൻ പറഞ്ഞ ബ്രദറിനല്ല, കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഗൂഗിൾ പേ അല്ല, അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ സൂമിൽ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് വിതയ്ക്കാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. അത് നിങ്ങൾ തുകയല്ലത്, കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നതാണ്. നമ്മളെ ദൈവം തന്ന നന്മയിൽ വർഗീസ് ബദർ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഷിജു ബദർ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തോ. വേണ്ടവർ നിങ്ങളത് വിതയ്ക്കുക. വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങുകൾ, ഓഡിറ്റോറിയങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ആവശ്യമാണ്. ദൈവം നടത്തും. നിങ്ങൾ വിതച്ചില്ലേലും ദൈവം നടത്തും. വിതയ്ക്കുന്നവൻ കൊയ്യും.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് സ്പെഷ്യലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് എപ്പോഴാണെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനുള്ള സമയങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ളത്. മിഡിൽ ഈസ്റ്റിലുള്ളവർ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങൾ ഇപ്പോഴും തന്നെ കൂടുക. എനിക്ക് എവിടെയാണ് അതിൻ്റെ സ്പോട്ടെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എത്ര പേര് അത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മിഡിൽ ഈസ്റ്റിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല USA കാര്യം. USA-യും എനിക്ക് പിന്നെ 2 സ്ഥലങ്ങളാണ് കർത്താവ് എന്നെ കാണിച്ചത്. നിങ്ങൾ വരുന്ന കാര്യത്തിൽ, ഞാൻ വരുന്ന കാര്യത്തിൽ ആരും ബോധറാകണ്ട. പക്ഷേ ഞാൻ ഏത് രാജ്യത്ത് വന്നാലും നമുക്കൊരു പ്രാർത്ഥന ക്രമീകരിക്കാൻ ഇപ്പം എനിക്ക് പരിചയമില്ല. ഇപ്പം കോട്ടയത്ത് വന്നാൽ എനിക്ക് പരിചയമുണ്ട്. കോട്ടയത്ത് നമുക്ക് ഹോള് എടുക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മറ്റ് ജില്ലകളിൽ എനിക്ക് വലിയ പരിചയമില്ല. അതിനുവേണ്ടി നിങ്ങൾ തന്നെ മുൻകിട്ട് ഇറങ്ങേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ആളുകൾ നിങ്ങൾ മുന്നോട്ട് വരണം. നമുക്ക് എല്ലാ ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ എല്ലായിടത്തും. അതേപോലെ തന്നെ പുറത്ത് ഏത് രാജ്യത്താണെങ്കിൽ പോലും ഏത് രാജ്യത്തും വരാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള കുഴപ്പം നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട. എൻ്റെ വരവ് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം അനുഗ്രഹിച്ച് വരാൻ ഈസിയാണ്, അതൊന്നും ഭാരമില്ല. പക്ഷെ അവിടെ ഒരു ക്രമീകരണം നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു കൂട്ടായ്മയ്ക്ക് പറ്റിയ ഒരു ഹോൾ ആവശ്യമാണ്. അത് ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ ആയിട്ടുള്ള സ്ഥലത്തിലുള്ള ആൾക്കാർ വേണം. അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. പിന്നെ അതിനുവേണ്ടി വിതയ്ക്കുവാൻ ഞാനത് സ്പോൺസർ ചെയ്യാൻ താല്പര്യം. അത് വിതയാണ്, സ്പോൺസറിങ് അല്ല, വിതയാണ്. അത് തീർച്ചയായിട്ടും അത് വിതച്ചില്ലേലും കുഴപ്പമില്ല. അതിലുള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ദൈവം ഒരുക്കും. നിങ്ങൾ ഭാരപ്പെടേണ്ടത് അതിനെ ഓർത്തൊന്നും ഭാരപ്പെടേണ്ട. കൂട്ടായ്മയാണ് വലുത്. ഒരു ദേശത്ത് നമ്മൾ കൂടുക എന്ന് മാത്രമല്ല, അനേകർ ഇപ്പം നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടായിരുന്നല്ലോ. ആ സഹോദരി പറഞ്ഞതുപോലെ രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, പ്രവചന ആലോചന നിവൃത്തികളായിക്കോട്ടെ, പിശാചുക്കൾ വിട്ടുപോകുന്നതായിക്കോട്ടെ, ഇതൊക്കെയും നിങ്ങൾ മാത്രം അനുഭവിക്കാൻ പാടില്ല. അനേകർ യേശുവിനെ അറിയണം. നമ്മൾ യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, നിങ്ങളത് മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം. ഞാൻ നിർബന്ധമായിട്ട് പറയാൻ കാരണം സുവിശേഷം നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇത് കേട്ടെങ്കിൽ നിങ്ങളിത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു നമ്മളിത് ആരംഭിച്ചത് ചെറിയ കൂട്ടായ്മയായിട്ടാണ്. പക്ഷെ കർത്താവാണ് ഇതിനെ വർദ്ധിപ്പിച്ചത്. അനേകരിലേക്ക് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. അപ്പം ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിതയ്ക്കുവാൻ ആരംഭിക്കാം. അത് തുകയല്ല, കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാണ്. അത് നിങ്ങൾ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പിന്നീടാണ് നിങ്ങൾ ഈ വചനം കാണുന്നതെങ്കിൽ ദൈവം നിങ്ങളോടുള്ള ആലോചനയാണ്. തുടർമാനമായിട്ട് ഇത് കേൾക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലും കൂടെ ലൈവായിട്ടൊരു പ്രയറും കൂടെ ക്രമീകരിക്കുക. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്ത് നോക്കി, പക്ഷെ അത് റെഡിയായില്ല. 1-2 കാര്യങ്ങൾ ആകാനുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അത്ഭുതം നടക്കും. അത്ഭുതമേ നടക്കത്തുള്ള കാര്യം നമ്മുടെ മേൽ യേശു ഉണ്ട്. യേശു കർത്താവിൻ്റെ ഉഷ സഹോദരിക്ക് സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരി പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നലെ വെള്ളം തിളപ്പിച്ചെടുത്തോണ്ട് പോകുമ്പോൾ കയ്യിലേക്ക് വീണിട്ട് എന്റെ കൈ പൊള്ളി. അപ്പൊ ഞാൻ ഭയങ്കര പുറച്ചിലായിരുന്നു ഈ കൈ. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മുറിവിലാണ് എനിക്കിത് സൗഖ്യം. ഞായറാഴ്ചയാണ് എനിക്ക് ആരാധനയ്ക്ക് പോകാനാണ്. അപ്പൊ കൈ ഒട്ടിയാൽ മതി, ആരാധിക്കാനുള്ളതാണ്. എനിക്ക് പൂർണ്ണ സൗഖ്യം തരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വെച്ച് ഞാൻ കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു മിനിറ്റ് ആയില്ല, മുമ്പ് തന്നെ എനിക്ക് ആ പുറച്ചിലൊക്കെ മാറിപ്പോയി. ഭയങ്കര ഒരു അത്ഭുതം തോന്നി എനിക്ക്. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യമാണ്. നമുക്കറിയാം, കൈയൊക്കെ പൊള്ളിയാൽ പിന്നെ വേദന പെട്ടെന്ന് മാറുന്നതല്ല, അത് പെട്ടെന്ന് പോകുന്നതല്ല. കർത്താവ് അത് അത്ഭുതമാക്കി നമ്മൾ കൽപ്പിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അങ്ങ് തൊട്ടത് നന്ദി. നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ അയൽപക്കത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ വെറുതെ ഓറഞ്ചും ആപ്പിളും മേടിച്ചു കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യാതെ അവരെ കാണാതെ ഈ ഓറഞ്ച് ആപ്പിൾ മേടിച്ചുകൊണ്ട് പോക്കോണം. അവിടെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവരെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചോണം. അതിനുള്ള അധികാരവും ശക്തിയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് കണ്ടില്ലെങ്കിൽ മാറുന്നത് വരെ പ്രാർത്ഥിച്ചോണം. അവരെ എണീപ്പിച്ചോണം, അവരെ സൗഖ്യമാക്കിയോണം. യേശു നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗം മാറുന്നത് വരെ പ്രാർത്ഥിച്ചോണം. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. ഞാനിപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുവാണ്. സൂമിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.